അല്പസമയത്തിനകം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വരികയാണ്. മറ്റെന്തൊക്കെ പ്രതികരണങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അവിടെ ഒരു വല്ലാത്തൊരവസ്ഥ, ഒരു അരക്ഷിതാവസ്ഥ പാർലമെന്റിലടക്കം നമ്മൾ കണ്ടു ദൃശ്യങ്ങൾ. ഒരു അപ്രതീക്ഷിതമായ പ്രതികരണങ്ങളാണ് അവിടെ നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ എവിടെയൊക്കെയോ കൊണ്ടിരിക്കുന്നു. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇന്നലത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ആദ്യ ഫേസിന് ശേഷം പല പ്രതികരണങ്ങളും ഉണ്ടായി. ഇന്ത്യക്ക് തിരിച്ചടി നൽകും, പല രീതിയിൽ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ് ചില പ്രതികരണങ്ങൾ ഉണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യ തിരിച്ച് വീണ്ടും ഒരു രണ്ടാമത്തെ അടി കൂടി നൽകിക്കുക, അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2.0. അത് പക്ഷേ പാകിസ്ഥാൻ പ്രകോപനത്തിന് നേരെയുള്ള തിരിച്ചടിയായിരുന്നു. ഇത്തവണ നമ്മൾ ലക്ഷ്യം വെച്ചത് കൃത്യമായിട്ടും പാകിസ്ഥാന്റെ പ്രതിരോധ കേന്ദ്രങ്ങളെ തന്നെയായിരുന്നു. കുറച്ചുകൂടി നമ്മളുടെ സൈനിക കരുത്ത് എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത പാകിസ്ഥാന് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഒരു പ്രതികരണവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നേരത്തെ ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ ഭാഗത്തു നിന്നും മുൻ ഹൈക്കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അഭ്യൂഹകരമായിട്ടുള്ള ചില എക്സ്പോസ്റ്റുകൾ ഒഴികെ നിർത്തിക്കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടായ തരത്തിൽ തിരിച്ചടിക്കും, തകർത്ത് കളയും എന്നുള്ള ഒരു പ്രകോപനവും ഇന്ന് വരുന്നില്ല. മറിച്ച് പാകിസ്ഥാന്റെ നാഷണൽ അസംബ്ലിയിൽ അവിടുത്തെ അംഗങ്ങൾ കരയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഉന്നം ഇട്ട ഇടത്ത് തന്നെ പാകിസ്ഥാന്റെ നെഞ്ചത്ത് തന്നെ ആക്രമണം കൊണ്ടിരിക്കുന്നു. കൃത്യമായിട്ടും ഇന്ത്യയുടെ കരുത്ത് എന്താണ് എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാന്റെ ഒരു ധാരണ വന്നിട്ടുണ്ടാവും. ഇനിയുള്ള തിരിച്ചടികൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടാകുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണാൻ പോകുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താക്കളൊപ്പം തന്നെ പ്രതിരോധ വക്താക്കളും എല്ലാം തന്നെ ഈ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു. രണ്ട് കാര്യങ്ങളാണ് അതിൽ ഉറ്റുനോക്കപ്പെടുന്നത്. ഒന്ന്, ഇന്നത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂർ 2.0 പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളെ കേന്ദ്രീകരിച്ച് വ്യോമ പ്രതിരോധ താവളങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണം അത് എങ്ങനെയായിരുന്നു, എത്രത്തോളം നാശനഷ്ടങ്ങൾ വന്നു എന്നുള്ളതിൽ ഒരു വിശദീകരണം. രണ്ടാമത്തേത്, ഇനി പാകിസ്ഥാന്റെ മുകളിൽ എന്തെങ്കിലും തരത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമോ? കാരണം ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലിങ്ങിൽ 16 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പൂഞ്ച് രജൌരി സെക്ടറിൽ. അതിൽ പ്രതിഷേധിച്ച് അതിനെതിരെ ഈ നയതന്ത്ര തലത്തിൽ ഏതൊക്കെ ഉപരോധങ്ങളാണ് ഇനി വരാൻ പോകുന്നത്, എന്തൊക്കെ നടപടികൾ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം എടുക്കുമെന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്ന ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും വിശദീകരിക്കാൻ പോകുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, ഒപ്പം തന്നെ വിദേശ മന്ത്രാലയത്തിന്റെ സ്പോക്സ് പേഴ്സൺ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാൾ, ഒപ്പം ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി എന്നുള്ളവരാണ് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണാൻ പോകുന്നത്. അതിനു മുൻപ് തന്നെ മറ്റു പല തരത്തിലേക്ക് കൂടിയുള്ള പ്രതിഷേധം ബ്രീഫിംഗ് വിശദീകരണത്തിനായി രാജ്യം കാതോർക്കുകയാണ്.